ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല മഴയാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ഇന്നത്തെ വീഡിയോ ഹെയർ കെയറിനെ പറ്റിയാണ് കേട്ടോ. എൻ്റെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സുകൾ ഷെയർ ചെയ്യാനാട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡ് കേട്ടോ. ഫുഡിലാണ് മെയിനായിട്ട് മുടിയുടെ ഹെൽത്ത് ഇരിക്കുന്നത്. നമ്മൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, അതുപോലെ നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള നല്ല ഇലക്കറികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മുടി സൂപ്പറായിട്ടുണ്ടാവും. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസം അവനെ പോണേ. അപ്പോൾ എന്നും എൻ്റെ ഫുഡിൽ, അതായത് എൻ്റെ കറിയായിട്ട് ഇലക്കറികളുണ്ടാവും. ഇല വെച്ചിട്ടുള്ള ഇലക്കറികളുണ്ടാവും. അത് നമ്മുടെ കാഴ്ചയ്ക്കും നല്ലതാണ്, അതുപോലെ മുടിക്കും ഇലക്കറികൾ അടിപൊളിയാണ്. അപ്പോൾ സാധാരണ ഡെലിവറി കഴിയുമ്പോൾ മുടി കൊഴിയാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇതുവരെ എനിക്കങ്ങനെ വലിയ കൊഴിച്ചിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഫുഡിൽ, ഡയറ്റിൽ നല്ലോണം ഇലക്കറികൾ എന്നും അവിടെ മത്തയില, അതുപോലെ മുരിങ്ങയില, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇലക്കറികൾ, അതുപോലെ നല്ല ഫുഡുകൾ കഴിക്കുക. അപ്പോൾ സൂപ്പറായിട്ട് മുടി കൊഴിയാണ്ട് നല്ല രീതിയിൽ ഉണ്ടാവും, അതേപോലെ തന്നെ ഉണ്ടാവും. പിന്നെ സൂപ്പറായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടി എന്ന് പറയുന്നത് മസ്റ്റാണ്. നല്ലോണം വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. വെള്ളം കൂടി സൂപ്പറായിട്ട് കുടിക്കുക. അപ്പോൾ ഞാൻ വെള്ളവും അടിപൊളിയായിട്ട് കുടിക്കുന്നുണ്ട്, പണ്ടത്തെക്കാളും. അതായത് ഡെലിവറിക്ക് മുമ്പുള്ള എൻ്റെ പഴയ ഞാനൊന്നല്ല ഇപ്പോൾ. വെള്ളം എന്ന് പറഞ്ഞെങ്കിൽ വെള്ളത്തിനോട് എന്തോ ഭയങ്കര കൊതി പോലെയാണ്, വെള്ളത്തിനൊക്കെ അടിപൊളി ടേസ്റ്റ് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ വെള്ളം സൂപ്പറായിട്ട് കുടിക്കുക. പിന്നെ എന്താ, നേരം വെളുത്ത് കഴിഞ്ഞ് നമ്മൾ എണീക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മുടി ഒന്ന് സെറ്റാക്കി തന്നെ നമുക്ക് നല്ലൊരു ഇതാവും. ഇത് ഭയങ്കര അലങ്കോലമായിട്ടായിരിക്കും മുടി കിടക്കുന്നുണ്ടാവുക. മുടി ഒരു പല്ലകലുള്ള ചീപ്പ് ഇട്ടാൽ, പല്ലകലുള്ള ചീപ്പ് വേണം, പല്ലടുപ്പിച്ചുള്ള ചീപ്പാവരുത്. പല്ലകലുള്ള ചീപ്പാകുമ്പോൾ തന്നെ നമ്മുടെ തലയിലേക്ക് ചെറിയൊരു മസാജിങ് പോലെയാവും. തലയോട്ടിക്ക്, സ്കാൽപ്പിന് ഒരു ഒരു ഉണർവ് കിട്ടും. ഓക്കെ, അപ്പോൾ നല്ല പല്ലകലുള്ള ചീപ്പ് യൂസ് ചെയ്യുക. അങ്ങനെ ഈരി നല്ലോണം കെട്ടി വയ്ക്കുക. പിന്നെ ഓയിലൊക്കെ നമുക്ക് പറ്റണ പോലെ ചെയ്യുക. ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പറ്റണ ടൈമിൽ ഓയിൽ, കുറേയല്ല, സ്കാൽപ്പിലൊക്കെ നല്ലോണം മസാജ് ചെയ്ത് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യുക. പിന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ മുടി നല്ലോണം കെട്ടി വയ്ക്കുക. അഴിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് തുമ്പൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ചെളി കാര്യങ്ങളൊക്കെ, നമ്മുടെ പൊടി കാര്യങ്ങളൊക്കെ നമ്മുടെ തലയോട്ടിയിലേക്ക് പെട്ടെന്ന് എളുപ്പം കെട്ടിയിരിക്കുന്ന മുടിയേക്കാളും അല്ലാണ്ട് ഇങ്ങനെ അഴിച്ചിട്ട് മുടിയിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പം മുടി കെട്ടി വയ്ക്കുക. അതുപോലെ കിടന്നുറങ്ങുമ്പോഴും കെട്ടി വയ്ക്കുക. മുകളിൽ കെട്ടി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ കിടക്കുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ബാക്കിലൊക്കെ ഇവിടെ കെട്ടി വയ്ക്കുകയാണെങ്കിൽ തലേണയിലും ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആവില്ല. അപ്പം നെറുകയിൽ കെട്ടി വയ്ക്കാൻ നോക്കുക. അതുപോലെ കുളി കഴിഞ്ഞിട്ട്, പിന്നെ കുളിക്കുന്ന കാര്യം കേട്ടോ, മുടി ഡെയിലി കഴുകുക, ഡെയിലി തല കുളിക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഡെയിലി തല കുളിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ചിലർ പറയും ഡെയിലി തല കുളിക്കണം, പക്ഷെ ഡെയിലി തല കുളിക്കുന്നതാണ് നല്ലത്. തല കുളിക്കുക, നല്ല പോലെ ഉണക്കുക. ഫാൻ്റെ ചുവട്ടിലോ ടവലിലോ ഒക്കെ നല്ലോണം ഉണക്കി തല നനഞ്ഞിരിക്കുന്ന മുടി ഒരിക്കലും ഈരരുത്. ഈരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തലയോട്ടി തലയുടെ ഈ സ്കിന്നിന് കുതിർന്നിരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ തൊട്ടപ്പം തന്നെ മുടി പറഞ്ഞു പോരും, അതായത് പിഴുതു പോരും. അപ്പോൾ നനഞ്ഞ മുടി ഈരാതിരിക്കുക. നല്ലോണം ഉണക്കിയതിന് ശേഷം ഈരി, വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലോണം മെടഞ്ഞൊക്കെ ഇട്ട് അടിയിലൊരു ചെറിയ ബണ്ണൊക്കെ ഇട്ട്, ഇപ്പോൾ തുമ്പ് പൊട്ടുക കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തുമ്പൊക്കെ മെടഞ്ഞൊന്ന് മടക്കി ബൈൻഡ് ചെയ്തിട്ടൊക്കെ കെട്ടിയിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കും. അതുപോലെ ചെറിയതായിട്ട് നമ്മുടെ കയ്യിൽ ഇത്തിരി എണ്ണ തേച്ചിട്ട് മെടയുമ്പോൾ തന്നെ, മെടയണതിന് മുന്നേയൊക്കെ നല്ലോണം മുടി ഒന്നിങ്ങനെ അപ്ലൈ ചെയ്താൽ സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ. മെടഞ്ഞിടുമ്പോൾ നല്ലോണം മുടിക്ക് വളരാനും ഒക്കെ ഒരു എന്താ പറയുക, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. മുടിയൊക്കെ മെടഞ്ഞ് കെട്ടുമ്പോഴാണ് ഇത്തിരി കൂടി മുടി പിന്നെയും വളരുന്നുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നു. മുടിയൊക്കെ മെടഞ്ഞ് ഒതുക്കി കെട്ടിയിരിക്കാം.
പിന്നെ എന്താ പിന്നെ പിന്നെ നമ്മൾ വകച്ചിലെടുക്കുമ്പോൾ എപ്പോഴും ഒരേ സൈഡ് തന്നെ എടുക്കാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എപ്പോഴും ഈ സൈഡാണ് എടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ കുറച്ചുകൂടി ആദ്യമൊക്കെ ഭയങ്കര നാരോ ആയിട്ടായിരുന്നു ഇത് കാണുക. പക്ഷെ ഇപ്പോൾ നല്ലോണം കളറ് ഇതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വകച്ചിൽ ഇത് കണ്ടോ ഈ ഭാഗത്ത് വേണ്ട ഇവിടെ ഞാൻ വകച്ചെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് മാറ്റി എടുക്കുക. അപ്പം ഇതുപോലെ ഇങ്ങനെ ആ സ്പേസ് എന്തായാലും ആ ഭാഗത്ത് മുടി പിന്നെ വളരാൻ കുറവായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പകച്ചെടുക്കണ കാരണം അത് ഇങ്ങനെ കുറച്ച് സ്കിൻ കാണാൻ പറ്റും. അപ്പോൾ എടുക്കുമ്പോൾ മാറ്റി എടുക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ വരില്ല. പിന്നെന്താ, പിന്നെ ഇത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ പണ്ട് എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു. നമ്മൾ മുടി അയൺ ചെയ്യുമ്പോൾ നല്ലോണം സ്ട്രെയിറ്റ് ആയിട്ട് മുടി കിടക്കും. ഇതുപോലെ ഇങ്ങനെ വെവി ആയിട്ടൊന്നും കിടക്കില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ അത് ഞാൻ കുറച്ച് കാലം അടുപ്പിച്ച് ചെയ്തായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ആയിരുന്നു. അത് കാരണം മുടിയുടെ കോശങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പട്ടി പോലെ ആക്കുകയാണ്. അതിനെ തേച്ച് നമ്മുടേതായ ഒരു സ്റ്റൈലിലേക്ക് ആക്കുമ്പോൾ അതിനെ ബാഡായിട്ടാണ് ബാധിക്കുന്നത്. അപ്പോൾ അയണും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇപ്പോൾ ചെയ്യാറില്ല കേട്ടോ. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒന്നും ചെയ്തിട്ടേ ഇല്ല. പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഡെയിലി അങ്ങനെ വല്ല സൺഡേസ് എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇലക്കറികളും കാര്യങ്ങളൊക്കെ കഴിക്കണ കാരണം മുടി കൊഴിയുന്നത് എനിക്ക് ഒരു പരിധി വരെ പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതൊക്കെ നമ്മുടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫുഡിൽ അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ, ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ദിവസത്തിൽ അത്യാവശ്യം മുടി കൊഴിയുന്നത് നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ മുടി കൊഴിയണ ഓർത്തിട്ട് ടെൻഷൻ അടിക്കരുത്. അതുപോലെ 2-3 ദിവസം ഈരാതെ തന്നെ 2 ദിവസമൊക്കെ നമ്മളിപ്പോൾ വീട്ടിൽ 2 ദിവസമൊക്കെ ആണെങ്കിൽ 2 ദിവസം ഈരാതെ 3-ാമത്തെ ദിവസം ഈരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2 ദിവസത്തെ മുടി എന്തായാലും 3-ാമത്തെ ദിവസം കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ പോകും. അപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കരുത്. നാച്ചുറലായിട്ട് മുടിയൊക്കെ എല്ലാവർക്കും കൊഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് പെട്ടെന്ന് ഇങ്ങനെ വറീഡ് ആവരുത്. പുറത്ത് കടയിൽ നിന്ന് കിട്ടുന്ന എണ്ണയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. മറ്റേ ഒരു നീല ബോട്ടിലില്ലേ, പാരച്യൂട്ടല്ല, അതിൻ്റെ പേരൊന്നും അറിയില്ല, അങ്ങനത്തെ ഓയിലൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യാറ്. അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസം തോന്നുന്നില്ല, അത് തേച്ചാലൊന്നും മുടി വളരുന്നൊന്നും. അതാണ് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യാറില്ല, അതിനെ പ്രൊമോട്ട് ചെയ്യാറുമില്ല. സാധാരണ കോക്കനട്ട് ഓയിൽ തേച്ചാൽ, ഓയിൽ സത്യം പറഞ്ഞാൽ തേക്കണം എന്ന് നിർബന്ധമില്ല. ഓയിൽ തേച്ചിട്ടല്ല നമ്മുടെ മുടി വളരുന്നത്. പക്ഷേ നമ്മുടെ കൾച്ചർ, നമ്മുടെ കർണവന്മാർ അങ്ങനെ പറഞ്ഞ് നമ്മുടെ അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഓയിൽ തേച്ചാലാണ് നമ്മുടെ മുടി വളരുന്നതെന്ന്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മുടി വളരും. എന്നാലും അതിനൊന്ന് ഒതുക്കി ഒരു വൃത്തിയിലും മെനയിലും കൊണ്ട് നടക്കാനാണ് ഈ ഓയിൽ തേക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.